ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു മെഗാ ലൈവാണ്. അങ്ങനെ നമ്മുടെ ഹിന്ദിക്ക് ശേഷം ഒരു മെഗാ ലൈവായിട്ട് നമ്മൾ വന്നേക്കാണ്. ഇന്ന് നമ്മൾ 8, 9, 10 ക്ലാസ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം ബേസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി മലയാളത്തിൻ്റെ ബേസ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പെടും. ബേസിക് സീരീസ് പാർട്ട് 1 ആണ്. ഞാൻ ആദ്യം തന്നെ 7:30 വന്ന് എല്ലാ മക്കൾക്കും ഞാൻ താങ്ക്സ് പറയാൻ. നമ്മൾ കുറച്ച് വൈകിയോ അറിയില്ല. ഓക്കെ, സെറ്റാണെങ്കിൽ നമുക്ക് തുടങ്ങാമെങ്കിൽ സെറ്റൊന്നും കമൻറ്റ് ചെയ്താൽ എല്ലാവരും. അപ്പോൾ സെറ്റാണ്. ഒരു മെഗാ ലൈവാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സെറ്റ് വാ. അപ്പോൾ തുടങ്ങിയാലോ. നമ്മുടെ മലയാളത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ മലയാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ മലയാളം വേണം, എഴുതണമെങ്കിൽ മലയാളം വേണം, എന്തെങ്കിലും ചെയ്യണമെങ്കിലും നമുക്ക് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ ഒരിതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വർഷം മൊത്തം, അഥവാ 8 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, ഈ വർഷം പഠിക്കാനുള്ളത് 2 ടൈപ്പ് മലയാളങ്ങളാണ്. മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും. ഏതൊക്കെയാണ്? മലയാളം ഫസ്റ്റിന് കേരള പാഠാവലിയിലും മലയാളം സെക്കൻഡിൻ്റെ അടിസ്ഥാന പാഠാവലിയിലുമാണ് പറയുന്നത്. അത്ര സെറ്റല്ലേ? ഒക്കെ അറിയാവുന്നതാണ്, നമ്മൾ പറയും. അത്ര സെറ്റല്ലേ? അഥവാ നമ്മൾ കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി സെറ്റാണെങ്കിൽ സെറ്റ്. നമ്മൾ ബേസിക്കിലേക്ക് കിടക്കുകയാണ്. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനം. ഈ അടിസ്ഥാന പാഠാവലിൻ്റെ ഇതല്ലാട്ടോ നമ്മൾ പഠിക്കുന്നത്. ബേസിക്കിൻ്റെ അർത്ഥമാണ് അടിസ്ഥാനം. ബേസിക്കിൻ്റെ അർത്ഥം മലയാളം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ്. നമ്മൾ മലയാളത്തിൽ അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടത് അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ അറിയാതെ നമ്മൾ ഇതുവരെ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല. നമ്മുടെ ഇപ്പോൾ ഒരു ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം അവരെഴുതിക്കൂടെ മലയാളം ആയിക്കോട്ടെ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഈ ലാംഗ്വേജ് സബ്ജക്റ്റീവ്സ് എന്താണ് എപ്പോഴും അവർ അക്ഷരങ്ങൾ എഴുതിയായിരിക്കും തുടങ്ങുന്നത്. മലയാളത്തിലാണെങ്കിലും നമ്മുടെ അക്ഷരങ്ങളാണെങ്കിലും, ഇംഗ്ലീഷിലാണെങ്കിൽ ABCD, ഹിന്ദിയിലെ അക്ഷരങ്ങൾ അതൊക്കെ. അങ്ങനെ നമുക്കുമുണ്ട് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ കൊള്ളിച്ചുള്ളതിനെയാണ് നമ്മൾ അക്ഷരമാല എന്ന് പറയുന്നത്. അക്ഷരമാല. ഈ അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്താ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. എത്ര അക്ഷരങ്ങളുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേ. പെട്ടെന്ന് കമൻറ്റ് ചെയ്തു. പെട്ടെന്ന്. സമയമില്ല. പെട്ടെന്ന് പോകണം. എവിടെ കമൻറ്റ് ബോക്സ് ഒക്കെ കാലിയാണല്ലോ. യെസ്, നമുക്ക് മലയാള അക്ഷരങ്ങൾ 56 അക്ഷരങ്ങളാണുള്ളത് കേട്ടോ. നമുക്ക് 56 അക്ഷരങ്ങളാണുള്ളത്. ഈ 56 അക്ഷരങ്ങളെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഈ 56 അക്ഷരങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാണത്? പറഞ്ഞു. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ സ്വരാക്ഷരം.
സ്വരാക്ഷരങ്ങൾ. ഫസ്റ്റത്തെ ഏതാണ്? സ്വരാക്ഷരങ്ങൾ. രണ്ടാമത്തെ എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ. ഓക്കെ. അവസാനത്തത് ചില്ലക്ഷരങ്ങൾ. ചില്ലക്ഷരങ്ങൾ. സെറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഈ അക്ഷരങ്ങളെ കുറിച്ചുള്ളത് അക്ഷരമാല. ഈ അക്ഷരമാലയിൽ 56 അക്ഷരങ്ങളുണ്ട്. അതിൽ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ. സെറ്റാണ്. സെറ്റല്ലേ? ഓക്കെയാണ്. സെറ്റാണ്. ഓക്കെ. എന്നാൽ ഫസ്റ്റത്തെ സ്വരാക്ഷരം. നമ്മുടെ മലയാള അക്ഷരങ്ങളിൽ എത്ര സ്വരാക്ഷരങ്ങളുണ്ട്? സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണമുണ്ട്? അത് പറഞ്ഞു കമൻറ്റ് ചെയ്തിട്ടെ. കമൻറ്റ് ചെയ്ത് കമൻറ്റ് പ്ലീസ്. പറയൂ. 15 സ്വരാക്ഷരങ്ങളാണുള്ളത്. എത്ര? 15 സ്വരാക്ഷരങ്ങൾ. ഏതൊക്കെയാണ് 15 സ്വരാക്ഷരങ്ങൾ? ഏതൊക്കെയാണ്? നോക്കിക്കേ. ഏതൊക്കെയാണ്? അ, ആ, ഇ, ഈ. ഒക്കെ അറിയാതായിരിക്കും. നമ്മളൊന്നും കൂടി എഴുതണമെന്നുള്ളൂ. ഉ, ഋ, എ, ഐ, ഓ, ഔ, ആ. ഇങ്ങനെ 15 സ്വരാക്ഷരങ്ങളാണുള്ളത്. നോക്കിക്കോ. ആ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ അല്ലേ? സെറ്റല്ലേ? മലയാള അക്ഷരങ്ങൾ നമുക്ക് അറിയാലോ. എന്നാലും നമ്മളൊന്ന് റിവൈസ് ചെയ്യാണ്. ഓക്കെ. അത് ഒരിക്കലും നിങ്ങളെ ബേസിക് പഠിപ്പിക്കുകയെന്നില്ല. നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. അക്ഷരങ്ങൾ അറിയാത്ത ഒരു പിള്ളേരില്ല. അതെനിക്കറിയാം. ഓക്കെ. അത് നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാണ്. പക്ഷേ ചിലവർക്ക് അക്ഷരങ്ങൾ അറിയില്ല. അറിയാത്തല്ല. അത് നമ്മൾ പഠിച്ചു പോവുക. അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കുക. ഓക്കെ. അറിയില്ലെങ്കിൽ പഠിക്കുക. അല്ലാതെ നമ്മളവരെ കളിയാക്കുകയല്ല. നമ്മളൊന്ന് ഇപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്ക് അക്ഷരങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങളവരെ കളിയാക്കുകയല്ല വേണ്ടത്. എന്ത് ചെയ്യുക? അവന് മാക്സിമം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അത് ചെയ്യുക. അല്ലാതെ ഇതൊക്കെ അക്ഷരങ്ങൾ അറിയില്ല, പോടാ, എൻ്റെ കൂടെ ഇരിക്കണ്ട, ഞങ്ങൾ പഠിക്കണം കുട്ടികളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിഷമാവില്ലേ? ഒരു ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും നിങ്ങൾക്ക് വിഷമാവില്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ. ഇനി അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ. എത്ര വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേ. എത്ര വ്യഞ്ജനാക്ഷരങ്ങളുണ്ടെന്ന് കമൻറ്റ് ചെയ്തേ. ഒന്ന് കമൻറ്റ് ചെയ്ത് പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പോവാം. ഇപ്പം എത്ര മിനിറ്റായി നമ്മൾ തുടങ്ങിയിട്ട്? ഓക്കെ, 9 മിനിറ്റായി. 9 മിനിറ്റ്. ഓക്കെ, പെട്ടെന്ന് കമൻറ്റ് ചെയ്തു. കമൻറ്റ് ചെയ്യൂ. വെറുതെയാണോ കമൻറ്റ് ബോക്സ് ഇരിക്കുന്നത്? അങ്ങോട്ട് ചെയ്യുക. ഓക്കെ. 36 വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. എത്ര? 36. ഏതൊക്കെയാണ്? ഒന്ന് ഖ, ഛ,
ഇച്ച ഛ ഇച്ച ഞ ഠ ഇഠ ധ ഇഠ ന അല്ലേ? ചെറുതാക്കാലോ. ഇനി ധ ഇധ ധ ഇധ ന ധ ഇഫ ബ ഇബ മ. അടുത്തെന്താ? യാ രാ ലാ വ ശ ഷ സ ഹ ള എന്നാണ് ള ഴ റ. ഓക്കെ. ഓക്കെ 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 ആണ് ഓക്കെ ആണ് ഓക്കെ ആണ്. ഇത്ര അക്ഷരങ്ങളാണ് ഉള്ളത്. എണ്ണി നോക്കണോ? 36 ഉണ്ടോയെന്ന് എണ്ണി നോക്കണം. എണ്ണി നോക്കാം. ഇവിടെ എത്ര ഉണ്ട്? 5 എണ്ണം. ഇവിടെ എത്ര ഉണ്ട്? 5 എണ്ണം. ഇവിടെ 5 എണ്ണം. അതിൽ എത്ര സെറ്റ് ഉണ്ട്? 1 2 3 4 5 സെറ്റാകുമ്പോൾ കൂടും. ഇത് എത്ര ഉണ്ട്? ഇത് 6 ഉണ്ടോ? നോക്കിയേ. 1 2 3 4 5 6. എന്തോ എവിടെയോ തകരാറ് പോലെ. 1 2 3 4 5 5 സെറ്റുണ്ട്. 5 എന്ന് പറയുമ്പോൾ 25 അല്ലേ? 25 26 27 28 29 30 31 32 34 35 36. കറക്റ്റാ? ഞാൻ ചെയ്തതിൻ്റെ ആയിരുന്നു പറയടാ. ഒരു റോയിൽ 5 എണ്ണം ഉണ്ട്. അതിൽ 5 റോള്. അപ്പോൾ എത്രയായി? 25. 25 26 27 28 29 30 31 32 33 34 35 36. കറക്റ്റല്ലേ? 36 അക്ഷരങ്ങൾ. സെറ്റ് 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 സെറ്റ്. ഇനി ചില്ലക്ഷരങ്ങൾ. എത്ര ചില്ലക്ഷരങ്ങളുണ്ട്? നമുക്ക് 5 ചില്ലക്ഷരങ്ങളാണ്. ഏതൊക്കെ? ആദ്യത്തെ ഇൻ ഇൻ ഇർ ഇൽ ഇൻ ഇൽ ഇൽ വാൾ ള ള് ള് വാൾ വാളെന്നൊക്കെ എഴുതില്ലേ? ഇതിൻ്റെ ഇതെന്താണ്? വാളെന്ന് എഴുതില്ലേ? വാൾ. ഇത് ഇങ്ങനെന്താ? ഇങ്ങനെ കണ്ണ്. ഇത് അതേപോലെ കുറച്ച് എക്സാമ്പിൾ നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്കറിയാവുന്ന എക്സാമ്പിൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കേട്ടോ, ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് മുമ്പോ ഈ വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു കമൻറ്റ് ബോക്സിൽ നടന്നു. നിങ്ങൾ ലൈവ് ചാറ്റിലല്ല കേട്ടോ, നിങ്ങൾ ലൈവ് ചാറ്റിലല്ല ഇടേണ്ടത്, നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടണം. ലൈവ് ചാറ്റിലല്ല, കമൻറ്റ് ബോക്സിൽ. ഓക്കെ, പിന്നീട് വീഡിയോ കാണുന്നവർ ഒന്ന് ഇട്ടേക്കാം. ഓക്കെ 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 സെറ്റാണെങ്കിൽ നമുക്ക് പിന്നെ ചെറിയ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ചിഹ്നങ്ങൾ. ഓക്കെ, ചിഹ്നങ്ങൾ അഥവാ ഇന്ത്യയിൽ മാത്രമെന്ന് സാർ എന്തിന് ഹിന്ദി പറയണം? നമുക്ക് മലയാളം പറയണം. എനിക്ക് ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയും, ചിലപ്പോൾ ഞാൻ ഹിന്ദി പറയും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ പോകണം. കാരണം ഇത് വെക്കേഷൻ ക്ലാസ് അല്ലേടാ, ഇത് വെക്കേഷൻ ക്ലാസ് അല്ലേ. നമ്മൾ കുറച്ച് എൻജോയ്മെൻ്റൊക്കെ ആയിട്ട് നമ്മൾ പോയാതല്ലേ കറക്റ്റാവുള്ളൂ. ഓക്കെ ഓക്കെ സെറ്റാണ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കും. ചിലവർ ഉണ്ട്, ചിലവർ പഠിക്കാൻ വേണ്ടി തന്നെ നോക്കണം, പലരും പഠിക്കാൻ വേണ്ടി വന്നു.
പക്ഷേ ചിലവരുണ്ട് അയച്ചടക്കാൻ ചാറ്റിൽ ഇങ്ങനെ മെസ്സേജ് ഇടാൻ അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മകളെ ഈ വർഷം എനിക്കൊന്ന് 8, 9, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടാണ്. അഥവാ HS ഇതിലെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് HSSലേക്ക് എന്താണ് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇത് ജലദോഷ നിങ്ങൾക്ക് HSSലേക്ക് മാർക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ മാർക്ക് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് 10ൽ പഠിച്ചാൽ പോരെ, എന്തിന് എപ്പോഴേ പഠിക്കണം? മക്കളെ ഇപ്പോഴത്തെ 10ലെ ചേട്ടന്മാരോട് ചോദിച്ചു, അവർ 8ൽ പഠിക്കാത്ത ഇതുകൊണ്ട് 10ൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് ഈ വർഷം എഴുതിയ പിള്ളേരോട് ചോദിച്ചു. ഓക്കെ, ഒരു 8ലോ 9ലോ ഒന്നും കറക്റ്റായിട്ട് പഠിക്കാത്തതിൻ്റെ ഇതായിട്ട് അവർ ഈ വർഷം അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു, വെറുതെ ഒന്ന് ചോദിച്ചോളൂ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നെന്നോ, അഥവാ എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നതോ, ഏതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നോ, നിങ്ങൾക്ക് 8ലെ പഠിപ്പിച്ചതല്ലോ ഇപ്പോൾ ഓർമ്മയുണ്ടോ ചോദിച്ചോളൂ. 8ൽ പഠിപ്പിച്ചതല്ലോ ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ 10 ഞാൻ ഇപ്പോൾ ജയിച്ചു പോയേക്കണം 10ലെ കുട്ടികളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ 10ലേക്ക് ജയിച്ചല്ലോ നമ്മുടെ ഈ ക്ലാസ് കാണുന്ന 10ാം ക്ലാസ്സിൽ കുട്ടികൾ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം ഓർമ്മയില്ല. ഞാനൊരു കാര്യം നിങ്ങൾ മിററിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സുകാരായിട്ട് പറയണേ, ഈ വർഷം 10ാം ക്ലാസ്സിലെ ലൈവ് കാണുന്നത്. ഓക്കെ, മിററിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് 8ൽ. അത് മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ളൂ അല്ല, ഓർമ്മയുള്ളൂ. കാരണം അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫിസിക്സിൻ്റെ ക്ലാസ് സാറ് ബേസിക് എടുത്തപ്പോൾ, ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോൾ സാറെടുത്തപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തു. അത്രേ ഓർത്തോളൂ നിങ്ങൾ, അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് എന്താണ് 8ാം ക്ലാസ്സിനെ കുറിച്ച് ഓർമ്മയില്ല. ഓക്കെ, നമ്മുടെ സമയം പോകുന്നുണ്ട്. വെറുതെ എന്തെങ്കിലും നമ്മൾ സമയം കളഞ്ഞു. ഇപ്പം തന്നെ 17 മിനിറ്റ് വാ. ഓക്കെ, അപ്പം ചിഹ്നങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത്, ചിഹ്നങ്ങളിൽ പഠിക്കാനുള്ളത് നമുക്ക് ഫസ്റ്റ് ആയ്ക്ക് ചിഹ്നം ഇല്ല എന്ന് വിചാരിക്കുക. അല്ല, എടുക്കുക. ആയ്ക്ക് ചിഹ്നം ഇല്ല എന്നെടുക്കുക. ആയ്ക്ക് ചിഹ്നമില്ല. ഇനി ആയ്ക്ക് ചിഹ്നമുണ്ട്. അതിങ്ങനെ ദീർഘം പോലെ, ഇങ്ങനെ ദീർഘം പോലെയാണ്. അടുത്തത് ഈയിലേക്ക് വരുമ്പോൾ വള്ളിയാണ്. ഈയിലേക്ക് വരുമ്പോൾ ഒരു കുരുപ്പിട്ട വള്ളി. കുരുപ്പിട്ട വള്ളി വരും. ഇല്ലേ, പൂവിലേക്ക് വരുമ്പോൾ എന്താ, താഴെ ഒരു കുരുപ്പുണ്ടാവും. ഇനി ഊവിലേക്ക് വരുമ്പോൾ താഴെ ഒരു 2 കുരുപ്പുണ്ടാവും അല്ലേ? ഓക്കെ, ഇനി റേയിലേക്ക് വരുമ്പോൾ എന്താണ്, ഇരയാണ്. ഇങ്ങനെയാണ്. എന്നിട്ട് താഴത്തേക്ക് പോയിട്ട് ഇര കുടുങ്ങി കിടക്കണമാണ്. ഓക്കെ അല്ലേ? ഇനി ഏടെ ചിഹ്നം എങ്ങനെയാണ്? ഏടെ ചിഹ്നം ഇങ്ങനെയാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വരും. ഓക്കെ, ഇനി ഏടെ ചിഹ്നം ഇങ്ങനെ. ഓക്കെ, പയ്യയുടെ ചിഹ്നം വളരെ ഈസിയാണല്ലോ. അഥവാ ഈ കിടക്കണടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അതാണ് അയ്യയുടെ ചിഹ്നം. ഓക്കെ 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 ഇനി ആടെ ചിഹ്നിലേക്ക് വരുമ്പോഴാണ് പടങ്ങൾ ഇങ്ങനെ ഒരു ഇതിട്ടിട്ട് ഇങ്ങനെ വരും. ഇതെന്തിനിട്ടാണ്? ചിലർ ചോദിക്കും ഇതെന്തിനിട്ടാണ് മക്കളെ? ഇവിടെ എന്തെങ്കിലും ഒരു അക്ഷരം ഇടാനാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു കായിട്ട് കഴിഞ്ഞാൽ കോന്ന് വായിക്കും, കായിട്ട് കഴിഞ്ഞാൽ ഖോന്ന് വായിക്കും, ഒരു വേറെ ചായിട്ട് കഴിഞ്ഞാൽ ചോന്ന് വായിക്കും, കായിട്ട് കഴിഞ്ഞാൽ ഖോന്ന് വായിക്കും,
തായിട്ട് കഴിഞ്ഞാൽ തോന്നു വായിക്കും. പിന്നെ ഏതാ ഫസ്റ്റ് തന്നെ പായിട്ട് കഴിഞ്ഞാൽ പോന്നു വായിക്കും. അങ്ങനെ ഓക്കെ, ഇവരെയാണ് വേണ്ടത്. പിന്നെ ഓയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഔവല്ലേ, ഓയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ നേരത്തെ പോലെ തന്നെ ഉള്ള ഒരു പ്രത്യേകതയുള്ളൂ. അഥവാ ഇവിടെ കായിട്ട് കഴിഞ്ഞാൽ കോന്ന് വായിക്കും. കോന്ന് വായിക്കും. ചായിട്ട് ചോന്ന് വായിക്കും. പിന്നെ തായിട്ട് തോന്ന് വായിക്കും. തായിട്ട് കഴിഞ്ഞാൽ ടോന്ന് വായിക്കും. കുറച്ചുകൂടി നീട്ടി പറയും. പായിട്ട് കഴിഞ്ഞാൽ പോന്ന് വായിക്കും. പോടാ, പോയി, അങ്ങനെയൊക്കെ പറയുന്നു. ഇവിടെ പായിട്ട് കഴിഞ്ഞാൽ പൊടി എന്നൊക്കെ പറയില്ലേ. ഇവിടെ പൊടി വരുമ്പോൾ ഇല്ലാത്തതാണ്. പൊടി, ഇത് പൊടി, ഓക്കെ, പോയി, അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി എന്താണ്, ഇനി അവ്വും പൊടിയാണുള്ളത്. ഇതെന്ത് ഷേപ്പത്? ഇതിപ്പോൾ എന്ത് ഷേപ്പത്? എനിക്ക് മനസ്സിലായില്ല. പോട്ടെ. ഇനി എന്താ വേണ്ട? ഔന്ന് ഈ ഇവിടെ കിടക്കണ ഇതാണ് ഇങ്ങനെ. പിന്നെ അമ്മിനെങ്ങനെയാണ് ഈ താഴെ കിടക്കണ കുലിപ്പിട്ടാൽ അതിനകത്ത് രണ്ട് കുലിപ്പിടുക. ഇത്രയാണ് ചിന്തകൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തലാണ്. അല്ലാതെ നിങ്ങൾക്കിത് അറിഞ്ഞിട്ട് ഞങ്ങൾ എന്നെ പഠിപ്പിക്കണേ എനിക്കിതൊക്കെ അറിയാലോ എന്നുള്ളതല്ല. നമ്മളൊന്നും കൂടി റിവൈസ് ചെയ്യുക. ഇതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്ക് അക്ഷരങ്ങൾ അറിയാത്ത ഒരു പിള്ളേർ ഈ കേരളത്തിൽ ഇല്ലയെന്ന് എനിക്കറിയാം. അതിൽ 56 അക്ഷരങ്ങൾ ഉണ്ടെന്നറിയാം. അതിന് 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അറിയാം. അത് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങളാണെന്നറിയാം. ഇതിലെ ചിഹ്നങ്ങൾ അറിയാം. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ സാർ പഠിപ്പിക്കണം. വെറുതെ വേസ്റ്റ് ചെയ്യണതൊക്കെ മക്കളെ ഇതൊക്കെ ഓർമ്മപ്പെടുത്തില്ല. നിങ്ങളൊരു ക്ലാസ്സിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ എല്ലാവരും ഇരിക്കണ എല്ലാത്തിനും അക്ഷരങ്ങളുണ്ടാവും. അല്ല, അഥവാ ലാംഗ്വേജ് എല്ലാം എഴുതിപ്പിക്കുന്നതായിരിക്കും അക്ഷരങ്ങളായിരിക്കും. ഇപ്പോൾ മലയാളത്തിനാണെങ്കിൽ മലയാള അക്ഷരങ്ങൾ, ഇംഗ്ലീഷിനാണെങ്കിൽ ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ, ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിയിലെ അക്ഷരങ്ങൾ. ഇത്രയായിരിക്കും ആദ്യം ബുക്കിൽ എഴുതിക്കുന്നത്. കാരണം എന്താ, അതൊരു ഓർമ്മപ്പെടുത്തല. അല്ല, നിങ്ങൾക്ക് അറിയാം, അത് എല്ലാവർക്കും അറിയാം. ചിലവർക്ക് ഹിന്ദിയുടെ അക്ഷരങ്ങൾ അറിയില്ല. അതുകൊണ്ട് ബേസിക് ക്ലാസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അതെ, ബേസിക് ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, അതിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചു. ഓക്കെ, അതൊരു മെഹാ ലൈവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ അതൊരു ഓർമ്മപ്പെടുത്തല. അല്ലാതെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. മക്കളെ ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. അതെ, ഞാൻ നിങ്ങളെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞേക്കാം അല്ലേ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടി മേളിലേക്ക് ചിന്തിക്കാൻ പോവുകയാണ്. ഇനി മലയാളത്തിന് എന്തൊക്കെ പഠിക്കണം? മലയാളത്തിന് നമ്മൾ എന്തൊക്കെ പഠിക്കണം ഒന്ന് നോക്കുക. മലയാളത്തിൽ എന്തൊക്കെ പഠിക്കണം? മക്കളെ, 40 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് 8 മുതൽ 10 വരെ നിങ്ങൾക്ക് മലയാളം 40 മാർക്ക്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ തൊട്ട് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ, നിങ്ങളൊരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇപ്പം തൊട്ട് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ A+ എന്ന ഒരു ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. A+ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇതുണ്ടാകാൻ കുറച്ച് കഷ്ടപ്പെട്ടു. നിങ്ങളൊരു ലൈക്ക് തന്നു കഴിഞ്ഞാൽ കഷ്ടപ്പാടൊക്കെ ഞാൻ മറന്നു. അപ്പോൾ 40 മാർക്ക് കിട്ടാൻ എന്താണ് ബുദ്ധിമുട്ടാണ് സാർ. എന്നാൽ മലയാളത്തിൽ എന്തൊക്കെ പറയും? മലയാളത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. 10ാം ക്ലാസ്സിലെ മാക്സിമം കുട്ടികൾക്കും ഇവിടെ അടുത്തുള്ള സ്കൂളിലൊക്കെ മാക്സിമം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവർക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര എന്ന് പറഞ്ഞ് നമ്മളെന്തുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യും. കാണിച്ചുതരാം. ആദ്യം നിങ്ങൾ ഗൂഗിളിലേക്ക് വരിക കേട്ടോ. ആദ്യം നിങ്ങൾ ഗൂഗിളിലേക്ക് വന്നിട്ട് ഇവിടെ സമഗ്ര എന്നടിക്കുക. അതിനുശേഷം ഫസ്റ്റ് കാണുന്നത് ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് പോവുക. ഓക്കെ, അതൊന്ന് ലോഡായി വരുമ്പോൾ ഇത് കണ്ടോ. ഇനി നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉണ്ട് കണ്ടോ, എജു റിസോഴ്സസ് എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും താഴെ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇതുണ്ട് ഇത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്സ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളം മീഡിയം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൽ നിങ്ങൾ മീഡിയം തമിഴോ ഇംഗ്ലീഷോ, ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം തന്നിട്ടാണ്. അതിനുശേഷം നിങ്ങൾ 8 9 10 അതിൽ ഏതെങ്കിലും 8 കൊടുക്കുകയാണ് ഞാനിപ്പോൾ. അതിനുശേഷം ബേസിക് സയൻസ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് എടുക്കണം. ഓക്കെ, നമ്മൾ മലയാളം ആയതുകൊണ്ട് മലയാളം എടുക്കുമ്പോൾ മലയാളം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ചിഹ്നം കണ്ടോ, ഡൗൺലോഡ് പോലത്തെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PDF പോലത്തെ നല്ലതായിട്ടുള്ള ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ ഇങ്ങനെ ഒരു മിനിറ്റ്. ഓക്കെ, നോക്കിയേ, ഉള്ളടക്കം ഇപ്പോൾ ഒരു ബുക്കുള്ളൂ. അതിൽ 5 യൂണിറ്റ് ഉണ്ട്. അതിൽ ഓരോന്നിലും ലാസ്റ്റത്തേലും മാത്രം 4 ഉണ്ട്. ബാക്കി എല്ലാത്തിലും 3 വെച്ച്. ഓക്കെ, അങ്ങനെയാണ് വന്നേക്കണത്. ഓക്കെ, ഇപ്പം എങ്ങനെയാണ് എടുക്കണത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേപോലെ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. ഇനി ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഇതാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, മറ്റേ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കാരണം നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഇതൊക്കെ വേണം, കുറച്ച് വേണം. പക്ഷേ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പറയണ്ടേ. മറ്റേ 2 പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. രസം അധികമായാൽ വിഷമാണ്. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടി ഇല്ല ഞാൻ പറയാം. അപ്പോൾ ഇത് അധികമായി കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റായി പോകും. മാക്സിമം നിങ്ങൾ പുറത്തിറങ്ങി കളിക്കുക ഈ വെക്കേഷൻ കാലത്ത്. നമ്മൾ മലയാളത്തിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ഒരു പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട് മക്കളെ A+ വേണമെങ്കിൽ നിങ്ങൾ ആദ്യം പാഠഭാഗത്തിൻ്റെ ആശയത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം. ഓക്കെ, ധാരണ വേണം, എന്തായാലും അത് വേണം. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ, ഒരു കവിത എടുത്തിട്ട് ആ കവിത ഫുള്ള് നമ്മളിങ്ങനെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വരികളൊക്കെ അറിയാം, എനിക്ക് ഞാനിതൊക്കെ പഠിച്ചു. ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നു ഒന്നും ഇതിൻ്റെ ആശയം പറഞ്ഞു. അയ്യോ, എനിക്ക് ആശയം അറിയില്ല. അങ്ങനെ പറയില്ല നിങ്ങൾ. കാരണം എന്താ നിങ്ങൾ അതിൻ്റെ ആശയത്തിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അതൊന്ന് ചെയ്ത് പഠിക്കുക. അടുത്തത്, രണ്ടാമത്തത് ചോദ്യമാതൃകകൾ, അവയുടെ ഘടന. അഥവാ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഇതിൽ നിങ്ങൾക്കൊരു ചോദ്യം തരണം. ഇതാണ് കേട്ടോ ചോദ്യം. അതെ, വെറുതെ എഴുതിയാണ്, ഇത് ചോദ്യമല്ല. ഇതിലൊരു വരിയോട് ആദ്യം ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വരിയുടെ ആശയം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ മാർക്ക് സ്കോർ ചെയ്യാം. ആ വരിയുടെ ആശയം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ആശയം ധാരണ വേണം, ആ ചോദ്യങ്ങളുടെ വരികളും. ആ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് വരികളാണെന്നുള്ള ഇത് വേണം. ഓക്കെ, ആ വരികളും പഠിക്കും. ഇനി സമയത്തിനുള്ളിൽ ഉത്തരം എഴുതാൻ ശീലിക്കുക. അഥവാ നമുക്ക് 1.5 മണിക്കൂറാണ് ടൈം. ഈ ടൈമിനുള്ളിൽ നമുക്ക് എഴുതി തരണം. ഉത്തരങ്ങളൊക്കെ മാക്സിമം തീർക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളുകളാണ്. ഓക്കെ, അപ്പോൾ സമയത്തിന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ A+ ഒരിക്കലും നഷ്ടമാവില്ല. ഓക്കെ, നിങ്ങൾക്ക് A+ വേണം. ഇനി ഭാഷയും വൽക്കരണം. എന്താണ് ഈ വ്യാകരണം എന്താണ് ഈ വ്യാകരണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആശയ
പ്രകാശത്തിനുള്ള ഭാഷ. ഓക്കെ, ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കുന്നതിനുള്ള നിയമമാണ് വ്യാകരണം. അഥവാ നമ്മൾ ഭാഷ തെറ്റുകൂടാതെ പറയാൻ ഉപയോഗിക്കുന്നതാണ് വ്യാകരണം. ഈ വ്യാകരണത്തിനെ ഗ്രാമർ എന്നും പറയും. ഓക്കെ, ഈ ഗ്രാമറിൽ നമുക്ക് ഇത്രയും ഗ്രാമറാണ് ഈ ഒരു 8ാം ക്ലാസ് ആണെങ്കിൽ 3 വർഷം പഠിക്കാനുള്ളത്, 9ാം ക്ലാസ് ആണെങ്കിൽ 2 വർഷം പഠിക്കാനുള്ളത്, 10ാം ക്ലാസ് ആണെങ്കിൽ 1 വർഷം പഠിക്കാനുള്ളത്. അപ്പം HSSലേക്ക് പോകുമ്പോൾ ഈ ഗ്രാമറൊക്കെ മാറും. അതാണ്. ഓക്കെ, ഇത് വേണം, പക്ഷെ നമുക്ക് ഈ ജീവിതകാലം ഫുള്ള് ഇതൊക്കെ വേണം. ഓക്കെ, ആദ്യം നാമം. അതെന്താണ്? നാമം അറിഞ്ഞിരിക്കണം. പിന്നെ വചനം, വിഭക്തി, കർമ്മം, കാലം, വാക്യം, പ്രയോഗം, തത്സമം, പിന്നെ സന്ധി, സമാസം. ഓക്കെ, സമാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും ഗ്രാമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 വർഷമോ 2 വർഷമോ ഈ 1 വർഷമൊക്കെ നിങ്ങൾക്ക് പുള്ളിയായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഈ ഗ്രാമറൊക്കെ നമ്മൾ പഠിക്കും ഏത് ക്ലാസ്സിൽ? നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലാണ്. ഇതൊരു ബേസിക് സീരീസ് പാർട്ട് 1 ആണുള്ളത്. നമുക്ക് 2 പാർട്ടാണുള്ളത്. അത് കഴിയുമ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കൂടാ. കാരണം ഒരു ഗ്രാമർ വീഡിയോ ഉണ്ട് നമുക്ക്. ഇത്രയും ഗ്രാമേഴ്സ് നമ്മൾ ഒരു വീഡിയോ കൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി, അപ്പോൾ 3 പാർട്ട്, 2 അല്ലെങ്കിൽ 3 അത്ര വരും. അഥവാ ഇനി 2 അല്ലെങ്കിൽ അഥവാ ഇതിൻ്റെ പകുതിയോളമാണ് നമ്മൾ ഒരു ദിവസം എടുക്കണമെങ്കിൽ നമുക്ക് 2 വീഡിയോ ചെയ്യാം. അല്ലാതെ ഫുള്ള് ഒരു ദിവസം നിങ്ങൾക്ക് ഇതാണ്. എനിക്ക് ഇങ്ങനെ ഇന്ന് ചെയ്യാൻ എനിക്കൊരു ഇതില്ല. പക്ഷെ നിങ്ങൾ വരികയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇത് ഫുള്ള് ഒറ്റൊരു ലൈവ് നമ്മൾ തരും, ഒരു മെഗാ ലൈവ് കൂടെ തരും. ഓക്കെ, അപ്പോൾ 8 അല്ലേ പോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോള് വരും, നമ്മളിങ്ങനെ ഇതൊക്കെ ആയതുകൊണ്ട്. ഓക്കെ, എനിക്കിനി കുറച്ച് കാര്യങ്ങളാണ് പറയാൻ. എനിക്കിനി 8ാം ക്ലാസ്സുകാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് എന്താ ഇതെന്താ പറ്റിയത്? ഓക്കെ, പേനയ്ക്കുണ്ടോ? ഓക്കെ, എനിക്ക് കുറച്ച് 8ാം ക്ലാസ്സുകാരോടും പറയാനുണ്ട്, 9ാം ക്ലാസ്സുകാരോടും പറയാനുണ്ട്, 10ാം ക്ലാസ്സുകാരോടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. അഥവാ ഇപ്പോൾ തന്നെ എത്രയായി? ഒരു 34 മിനിറ്റ് ആയുള്ളൂ. ഓക്കെ, അതിൽ നമുക്ക് കുറച്ച് എഡിറ്റിങ്ങൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 8ാം ക്ലാസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, 7ൽ നിന്ന് അഥവാ UPയിൽ നിന്ന് HS വരുന്നേക്കാണ്, അഥവാ ഹൈസ്കൂളിലേക്ക് എത്തി. UPയിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് എത്തി, അഥവാ 8. ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ഹൈ കണ്ടൻറ്റുകളായിരിക്കും നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്, അഥവാ ഹൈ കാര്യങ്ങളായിരിക്കും. 8 കുറച്ച് ഈസി ആണെങ്കിലും നിങ്ങൾ 7ൽ പഠിച്ചതിനെ കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളതുകൊണ്ട് ചിലവർക്ക് പാടാണ്. പ്രത്യേകിച്ച് മാത്സിൻ്റെയൊക്കെ ബേസിക് വീഡിയോസ് ഉണ്ട്. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിലാണല്ലോ, നിങ്ങൾ പയ്യെ പഠിച്ചാൽ മതി. പക്ഷെ 10ഉം 9ഒക്കെ പെട്ടെന്ന് പഠിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോഴേ ബേസിക് തരുന്നത്. ഓക്കെ ആണോ? സെറ്റാണോ? പിന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത് ബേസിക് സയൻസിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്നോട് പറയണം. ഇനി നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ 7 വരെ ബേസിക് സയൻസ് എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കുന്നുണ്ട്. ബേസിക് സയൻസ് എന്നാ ഒരു ഇത് പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ ഉള്ളത് എന്താവും?
പഠിക്കും. ഇതിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ 7ാം ക്ലാസ് വരെ ഇത് ഒറ്റൊരു പരീക്ഷാ പേപ്പറിൽ, അഥവാ ഇതൊരു ഒറ്റ സബ്ജക്റ്റായിരുന്നു. ഇതിൽ വേറെ ഒന്നുമില്ല. അഥവാ ഈ ഒരു ബുക്ക്, ഇതിൽ കുറേ ചാപ്റ്റേഴ്സ്, അത് വെച്ചിട്ടൊരു പരീക്ഷ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അഥവാ ഇതേപോലത്തെ ഒരു ബുക്ക്, അത് വെച്ചിട്ടൊരു, അതിൽ കുറേ ചാപ്റ്റേഴ്സ്, അത് വെച്ചിട്ടൊരു പരീക്ഷ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. ഇനി അതുപോലെയല്ല. ബേസിക് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു ബുക്കായിരുന്നു. ഈ വർഷം ഒരു ബുക്ക് തന്നെയാണ്. പക്ഷേ അതിൽ മൂന്ന് സബ്ജക്റ്റാണ് വരുന്നത്. നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ഈ 3നും വേറെ പരീക്ഷയാണ്. 3നും വേറെ പരീക്ഷയാണ്. ഓക്കെ, ശരിയാണോ? സെറ്റാണോ? ഇത്ര സെറ്റാണോ പറഞ്ഞത്? അപ്പോൾ ബേസിക് സീരീസ് ബേസിക് സയൻസ് എന്നാൽ ഒരു വിഷയത്തിന് 3 വിഷയങ്ങൾ, അതായത് 3 ഇതായിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്. ഫസ്റ്റത്തെ ബയോളജി, അടുത്തത് കെമിസ്ട്രി. ഇതിനൊക്കെ 3 നോട്ട്ബുക്ക് ആയിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അടുത്തത് ഫിസിക്സ്. അങ്ങനെ 3 തരത്തിലുള്ള ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. അങ്ങനെ 3 വിഷയങ്ങളാണ് നിങ്ങൾ ഈ ഒറ്റ ബുക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? പിന്നെ പരീക്ഷ എഴുതുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഫിസിക്സ് അയച്ചാണ്, എന്നിട്ട് ഫിസിക്സ് എഴുതി കഴിയുമ്പോൾ അടുത്ത ഹെഡിങ് കെമിസ്ട്രി. അപ്പോൾ ഇത്രയും നിങ്ങളൊരു മെയിൻ ഷീറ്റിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വേറൊരു മെയിൻ ഷീറ്റിലായിരുന്നു. ഓക്കെ, ആദ്യം നിങ്ങളൊരു ആൻസർ പേപ്പറിൽ എഴുതും. ആദ്യം നിങ്ങൾ കെമിസ്ട്രി ചെയ്യണം, എന്നിട്ട് അടുത്ത ആൻസർ പേപ്പർ എടുത്തിട്ട് ഫിസിക്സ് ചെയ്യണം. ഓക്കെ, സെറ്റ്. ഇതിനൊക്കെ ഓരോന്നിനും 15 മാർക്കായിരിക്കും. എല്ലാത്തിനും ഓരോന്നിനും 15 മാർക്ക്. എല്ലാം കൂടി 45 മാർക്കിൻ്റെ ആണെന്ന് 15 30 45 അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും കുറച്ച് ഈസി കാര്യങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിയായി. ഇനി 9ലേക്ക് വരുമ്പോൾ 8ാം ക്ലാസ് വരെ പോകുമെങ്കിൽ പൊക്കോ. ഇനി 9ാം ക്ലാസ്സിൽ വരെയാണ്. ഇനി നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ലേക്ക് വന്നൊരു കൊച്ചാണ്. സാരമില്ല. ഈ വർഷം ബേസിക് സയൻസ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കില്ല. ബേസിക് സയൻസ് എന്നാൽ ഒരു ബുക്കേ ഇല്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ബേസിക് സയൻസ് അങ്ങോട്ട് ബുക്കട്ടെ. നമ്മളിനി സയൻസാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ്? സയൻസാണ് പഠിക്കാൻ പോകുന്നത്. സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് എന്ന് പറയില്ല, 3 നമ്മൾ ഈ പറഞ്ഞില്ലല്ലോ, നമ്മൾ 8ാം ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഈ 3 എണ്ണം. ഈ 3 എണ്ണം തന്നെ ഓരോരോ ടെക്സ്റ്റായിട്ട് നമ്മൾ പഠിക്കും. അഥവാ എന്താ പറ്റിയ എന്തോ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 ടെക്സ്റ്റ് ഇതായിരിക്കും. 3 ടെക്സ്റ്റായിരുന്നു. ടെക്സ്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 ടെക്സ്റ്റായിരിക്കും. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ബയോളജിക്ക് ഞാൻ ബി ഇടാണ്. ബയോളജിക്ക് ബി. ഓക്കെ, അടുത്തത് കെമിസ്ട്രിക്ക് സി, ഫിസിക്സിന് എഫ്. ഓക്കെ, എഫ് അല്ല പി. ഓക്കെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്. ഓക്കെ 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 ആണ്. സെറ്റാണ്.
വർണ്ണപ്പട്ടമായിരുന്നു. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടും. ഓക്കെ, അപ്പോൾ ഈ ബയോളജി നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരും, കെമിസ്ട്രി 40 മാർക്കിൻ്റെ വരും, ഫിസിക്സും 40 മാർക്ക്. അങ്ങനെ മൂന്ന് ടെക്സ്റ്റായിട്ടും മൂന്ന് പരീക്ഷകളായിട്ടും വരുന്നത്. അഥവാ ബയോളജി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും, ഫിസിക്സ് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ആയിരിക്കും. അങ്ങനെയല്ല, ബയോളജി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഫിസിക്സ്, ഫിസിക്സ് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് കെമിസ്ട്രി, അല്ലെങ്കിൽ കെമിസ്ട്രി ആയിരിക്കും ഫസ്റ്റ്. അങ്ങനെ മാറ്റിയായിരിക്കും വരുന്നത്. ഓക്കെ, ഇതേപോലെ ഒരുമിച്ചുള്ള പരീക്ഷയല്ല, ഇതേപോലെ മാറ്റുള്ള പരീക്ഷകളായിരിക്കും. അപ്പോൾ ഓരോന്നിനും 40 മാർക്ക് വെച്ചിട്ട് നിങ്ങൾ നേടണം. ഇല്ലെങ്കിൽ ഓക്കെ 40 മാർക്കല്ല, 40 മാർക്ക് വെച്ച് നേടണം. അതിലും 12 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുള്ളൂ. അതിൽ ഇപ്പോൾ കൂട്ടിയോ 13 മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾ ജയിക്കുള്ളൂ. കാരണം 30% മാർക്കാണ് വേണ്ടത്. 30% ശരിക്കും 20 ആണ്. അത് കുറച്ചാണ് ഇപ്പോൾ. ഓക്കെ ആണെങ്കിൽ എനിക്കിനി 10ാം ക്ലാസ്സുകാരോട് പറയാനുള്ളൂ. ഓക്കെ അല്ല, 9ാം ക്ലാസ്സിനോട് കുറച്ചുകൂടി പറയാനുള്ളൂ. ഇനി ബേസിക് സയൻസ് ഒക്കെ അങ്ങോട്ട് മാറി നിൽക്കട്ടെ. കുറച്ച് നേരം ബേസിക് സയൻസ് ഒക്കെ അങ്ങോട്ട് മാറി കുറച്ച് നേരം ഒതുങ്ങിക്കണം. നമുക്ക് സോഷ്യലിലേക്ക് വരാം. നമുക്ക് സോഷ്യൽ ഈ വർഷം 2 ടെക്സ്റ്റാണ്. സോഷ്യൽ ഫസ്റ്റും സെക്കൻഡും. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഹിസ്റ്ററിയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫി. ഓക്കെ, ഇതിൽ രണ്ടും ഒരു പരീക്ഷയായിരിക്കും. അഥവാ ഹിസ്റ്ററിൻ്റെയും ജിയോഗ്രഫിയുടെ ഒരു പരീക്ഷയായിട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇത് ഞാൻ പറയേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ വർഷം 3 വിഷയങ്ങൾ 80 മാർക്കിനായിരിക്കും. നിങ്ങൾ കേട്ട് കാണും, 3 വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തിൻ്റെ ആയിരിക്കും? 80 മാർക്കിൻ്റെ ആയിരിക്കും. 3 വിഷയങ്ങൾ 80 മാർക്ക്. ഈശ്വര, പെട്ടു. ഇത് ഏതൊക്കെയാണ് വിഷയങ്ങൾ? ഫസ്റ്റ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് 80 മാർക്കിനാണ് വരിക. സെക്കൻഡ് സോഷ്യൽ. മൂന്നാമത്തത് മാത്സ്. പലർക്കും ഇഷ്ടമല്ലാത്തൊരു വിഷയമാണ് മാത്സ്. അതുവരെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം എന്താണ് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടായിരിക്കും വന്നത്. അപ്പം നിങ്ങൾ സൂക്ഷിച്ചോ, പണി വരുന്നുണ്ടോ അവറാച്ച? അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി 10ാം ക്ലാസ്സുകാർക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ആദ്യം മുതൽ ബേസിക് കേട്ട് പഠിക്കുക. ഇതേപോലത്തെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് A+ ആണ് മുഖ്യം. ഇവർക്കൊന്നും A+ മുഖ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജയിക്കണം, നിങ്ങൾ ജയിച്ചു മതി. പക്ഷേ ഇവർക്ക് A+ ആണ്. കാരണം ഇവർ അടുത്തൊരു ഇതിലേക്ക് പോവുകയാണ്. HS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSLC HSSS എന്ന് പറഞ്ഞ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു SSLC എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട്. SSLC എക്സാമിനെ കുറച്ചുകൂടി കട്ടിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആൾക്കാർ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പോകാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഈ ബുക്ക് എഡ്യൂക്കേഷൻസ് ഞാൻ പറയും. താങ്ക് യു. അപ്പോൾ ഒരു ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ വലിയൊരു ഗുഡ് നൈറ്റ് പറയുകയാണ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം കേട്ട് നിന്നില്ല, ഒരു 45 മിനിറ്റായി. എന്തായാലും നമ്മൾ പഠിക്കാൻ വന്നതാണല്ലോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ഒരു മെഗാ ലൈവ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒരു റീക്യാപ്പ് ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്തേ. ഓക്കെ, പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞു മെഗാ ലൈവിൻ്റെ. പിന്നെ നമ്മൾ 2 ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി എന്ന് പറഞ്ഞു. പിന്നെ ബേസിക്കായിട്ട് അഥവാ അടിസ്ഥാനമായിട്ട് അറിയേണ്ടത് അക്ഷരങ്ങളാണെന്ന് പറഞ്ഞു.
ഈ അക്ഷരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അക്ഷരമാലയിലാണെന്ന് പറഞ്ഞു. അതിൽ 56 അക്ഷരങ്ങളുണ്ടെന്ന് 56 അക്ഷരങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങളാണെന്ന് പറഞ്ഞു. അടുത്തത് സ്വരാക്ഷരങ്ങളിൽ 15 അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെയാ? അ, ഇ, ഉ, ഋ, എ, ഐ, ഒ, ഔ, അ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വ്യഞ്ജനാക്ഷരങ്ങളിൽ 36 അക്ഷരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ക, കാ, കി, കായ്ക്ക് കായ്ക്കുക, ചായച്ച് ചായച്ചന, ടായ്ത്ത് ടായ്ത്തന, തായ്ത്ത് തായ്ത്തന, പായ്പ പായ്പമ, യ, ര, ല, വ, ശ, സ, ഹ, ള, ഴ, റ എന്നീ അക്ഷരങ്ങളാണെന്ന് പറഞ്ഞു. അത് ചില്ലക്ഷരങ്ങൾ 5 ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ, ഇർ, എൾ, ഇൻ, ഇർ അതാണെന്ന് പറഞ്ഞു. അടുത്ത് ചിഹ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ചിഹ്നങ്ങൾ ആയിക്ക് ചിഹ്നമില്ലാന്ന് പറഞ്ഞു. ആ തൊട്ട് ആ വരെയുള്ള ഇതിൽ ചിഹ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, മലയാളത്തിൽ എന്തൊക്കെ പഠിക്കുന്നത് പറഞ്ഞു. അതിൽ നിങ്ങൾ ഒരിക്കലും കളിച്ചടക്കുന്നത് 40 മാർക്കിൻ്റെയാണ്. നിങ്ങൾ മാക്സിമം പഠിക്കുക. പിന്നെ ഇതേപോലത്തെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ആശയങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ചോദ്യത്തിൻ്റെ ഇവിടെ കേടാനാ. പിന്നെ സമയം അനുസരിച്ച് എഴുതാൻ പഠിക്കണം. എന്നാലും നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഭാഷയും വ്യാകരണം എന്താണെന്ന് നമ്മളൊന്ന് പറഞ്ഞു. പിന്നെ ഗ്രാമർ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഈ ഗ്രാമറൊക്കെ അടുത്ത വീഡിയോയിൽ എടുക്കുമെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ 8ാം ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ 9ാം ക്ലാസ്സിൻ്റെയും പറഞ്ഞു, 10ാം ക്ലാസ്സിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ഈ റീക്യാപ്പ് അവസാനിക്കും. വളരെ സ്പീഡപ്പായിട്ട് നമ്മൾ ആ റീക്യാപ്പ് ഒന്ന് ചെയ്തത് അല്ലേ? സെറ്റാണെങ്കിൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് കിടക്കുക എല്ലാവരും. സെറ്റ് 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 അപ്പോൾ ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. വി ആർ സൈനിങ് ഔട്ട് ഫ്രം റീബുക്ക് എഡ്യൂക്കേഷൻ. അടുത്തൊരു വീഡിയോ എന്തായാലും വരുവാടാ. എന്തായാലും ഞാൻ ഈ ഒരു ഗ്രാമർ ടോപ്പിക്സായിട്ട് എന്തായാലും ഞാൻ വരും. ഈ ഗ്രാമർ ടോപ്പിക്സായിട്ട് ഞാൻ എന്തായാലും സെറ്റാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ താങ്ക് യു ഒന്നും കൂടി പറയുന്നു. ഇതേപോലത്തെ ഒരു മെഗാ ലൈവുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. താങ്ക് യു.